Hello everyone, assalamu alaikum. So once again welcome back to my channel. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്പനിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നൊരു കിഡിലൻ ഫേസ് വാഷ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അറിയാം എല്ലാവരും ക്യാഷ് കൊടുത്തിട്ട് ഫേസ് വാഷ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരായിരിക്കും. കാരണം എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണല്ലേ നമ്മൾ സ്കിൻ കെയറിൽ. ഇപ്പോൾ ആരും യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് നമ്മൾ ഫേസിൽ അങ്ങനെ സോപ്പ് യൂസ് ചെയ്യുന്നത്. കൂടുതലും എല്ലാവരും 100%-ൽ ഒരു 95% ആൾക്കാരും ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഞാനും ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് ഓർഗാനിക് ആയിട്ടുള്ള സോപ്പൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. നമുക്ക് ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ അതിൻ്റെ pH ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫേസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളിന്ന് പിന്നെയും നമ്മുടെ ഈ സോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ നന്നായിട്ട് സോപ്പൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്യുന്നവർ. ഇപ്പോൾ ഞാനൊക്കെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകുന്നത് കണ്ടിട്ട് എൻ്റെ ഉമ്മൊക്കെ ഇപ്പോൾ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും നല്ല ക്വാളിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തത് നമുക്ക് pH കുറവുള്ളതൊക്കെ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാനായിട്ടും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതുമാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ടും പറ്റുന്നതാണ് കേട്ടോ. കുറച്ചൊക്കെ അറിയുന്നവർക്ക് ഇത് അടിപൊളിയായിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം നല്ല ലാഭമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രിക്കും ടിപ്സൊക്കെ മനസ്സിലാവും. അതുപോലെ എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് എല്ലാതും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും ഫുൾ കാണാതെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഫേസ് വാഷിൻ്റെ ബേസാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഫേസ് വാഷിൻ്റെ ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് വേണം അല്ലെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് ബേസ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. കൊറിയർ വഴി നമ്മളത് അയച്ചു തരും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 50 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് 100 ഗ്രാം എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ അറിയുകയാണെങ്കിൽ പിന്നെയും ഇതിൽ ഭയങ്കര കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതാ 50 ഗ്രാമാണ് ഞാനിവിടെ ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിക്കും നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ബീക്കറിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. ഞാൻ ഇതിൽ ബീക്കറിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മളെ കയ്യിൽ ബീക്കർ വേണമെന്ന് നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു ഗ്ലാസിൻ്റെ ഇത് എടുക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഷാമ്പൂ അല്ലെങ്കിൽ ഫേസ് വാഷ് ജെല്ല് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുമ്പോഴും പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് കൂടുതൽ ഗ്ലാസ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഗ്ലാസ് എടുക്കാൻ ഈ സ്റ്റീല് അല്ലെങ്കിൽ അലുമിനിയം അങ്ങനത്തതിനേക്കാൾ ഒന്നും കൂടെ നല്ലത് ഗ്ലാസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ആവശ്യമുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേറയാണ്. ഞാനിവിടെ ഫ്രഷ് അലോവേറ എടുത്തിട്ടാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളും ഫ്രഷ് ആയിട്ടുള്ള അലോവേറ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് നോർമൽ അലോവേറ ജെല്ല് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും യൂസ് ചെയ്യുക. പക്ഷെ ഒന്നുകൂടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് വാങ്ങിക്കുന്ന അലോവേറ ജെല്ലിൽ നമുക്ക് ഒരു ഉറപ്പില്ല അതിൽ അലോവേറ ഉണ്ടെന്നോ ഒന്നുമില്ല. ജസ്റ്റ് ജെല്ലിൽ എസെൻസ് ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അലോവേറ ജെല്ല് നമുക്ക് ഇടുമ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ക്വാളിറ്റിയെങ്കിലും ഉണ്ടെന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവും അല്ലേ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒരു 2 ഗ്രാമൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ്. കാരണം 50 ഗ്രാമിലേക്ക് 2 ഗ്രാമൊക്കെ മതിയാകും. ഓക്കെ. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം അത് നമ്മൾ എസെൻഷ്യൽ ഓയിൽ അതുപോലെ തന്നെ നമ്മളെ നോർമൽ ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ ഡിഫറൻസ് അറിയാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു ഗുണമുണ്ട്, അതിനൊരു ബെനിഫിറ്റും ഉണ്ട്, അത് പ്ലസ് അതിനൊരു സ്മെല്ലും ഉണ്ട്. അതാണ് നമ്മുടെ എസെൻഷ്യൽ ഓയിൽ. അതല്ല ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് പറയുമ്പോൾ വെറും നമുക്ക് ആ ഒരു പെർഫ്യൂമിൻ്റെ ആ ഒരു സ്മെല്ല് മാത്രം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും
ബെനിഫിറ്റും ഉണ്ട്, പ്ലസ് നമുക്ക് സ്മെല്ലും കിട്ടുന്നതാണ് എസെൻഷ്യൽ ഓയിൽ. അപ്പോൾ ടീ ട്രീ എസെൻഷ്യൽ ഓയിലൊക്കെ നമുക്ക് കൂടുതലും നമുക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉണ്ടാവും. പിമ്പിൾസൊക്കെ കൂടുതൽ വരുന്ന സ്കിന്നിലാണ് നമുക്കൊന്നും കൂടെ നല്ലത് കേട്ടോ. ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ ഈ ഒരു ടീ ട്രീ എസെൻഷ്യൽ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോസ്മേരി ഉണ്ട്. റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഒന്നും കൂടെ നമുക്കൊരു എന്താ പറയുക, ഒരു വൈറ്റനിങ് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റനിങ് ഗ്ലോയിങ് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി എന്ന് പറയുന്നത്. ഈ റോസ്മേരി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. നമ്മൾ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഓക്കെ, പിന്നെ ഞാനിതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കളറാണ് കേട്ടോ. അപ്പോൾ കളറ് ഞാൻ ജസ്റ്റ് ഒരു 2 ഡ്രോപ്പാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കളറ് ഫേസിലേക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് കളർ യൂസ് ചെയ്യാൻ പറ്റുമോ. നമ്മൾ സോപ്പിലുണ്ടാക്കുമ്പോഴാണെങ്കിലും ഷാമ്പൂലാണെങ്കിലും ഫുഡ് കളറൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം ഫുഡ് കളറും ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് ഫേസിൽ എന്നല്ല മൊത്തത്തിൽ നമ്മൾ ബോഡി സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് സിൽക്ക് വെച്ചിട്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള കളേഴ്സ്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്പാണ് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പിൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ. ഇനിയിപ്പോൾ കളറേ വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ വേണ്ട. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ ഒരു രസത്തിന് ആ ഒരു അലോവേറയുടെ കളർ എന്തായാലും നമുക്ക് അലോവേറ യൂസ് ചെയ്താൽ കിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. അപ്പോൾ അതിനും കൂടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഗ്രീൻ, നമ്മളെന്തായാലും അലോവേറ ഫേസ് വാഷ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്രീൻ കളറിലായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് DM വാട്ടറാണ്. DM വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ DM വാട്ടർ ആയിരിക്കും. കാരണം ഇത് ഹൈ പ്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ പ്യൂരിറ്റി കൂടുതൽ ഉണ്ടാവുന്ന ഒരു വാട്ടറാണ് കേട്ടോ. നല്ല പ്യൂരിഫൈ ചെയ്തിട്ട് വരുന്നൊരു വാട്ടറാണ്. ഇതിലുള്ള മിനറൽ അയോൺസിനൊക്കെ റിമൂവ് ചെയ്തിട്ട് വരുന്ന ഭയങ്കര പ്യൂരിഫൈ ചെയ്ത് വരുന്നൊരു വാട്ടറാണ്. അപ്പോൾ നമ്മൾ എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സിലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് DM വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു 50 ഗ്രാം ഞാൻ നമ്മുടെ ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്, ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 50 ഗ്രാമാണ് ഞാനിവിടെ DM വാട്ടർ യൂസ് ചെയ്യണത്. എന്നിട്ട് നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുന്നത് ഭയങ്കര ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കലാണ് കേട്ടോ. നമ്മളിത് ക്യാനായിട്ട് 5 ലിറ്ററും 6 ലിറ്ററൊക്കെ ആയിട്ട് ക്യാനായിട്ടാണ് ഇങ്ങനെ 4ഉം 5ഉം ക്യാനൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച് വെക്കൽ. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് സോപ്പും കാര്യങ്ങളും അങ്ങനെ എല്ലാതും ഉണ്ടാക്കുന്ന ഷാമ്പൂ ഒക്കെ നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കലാണ് കേട്ടോ. അപ്പോൾ DM വാട്ടർ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മെറ്റീരിയൽസും സോപ്പ്, ഷാമ്പൂ, ഫേസ് വാഷ്, ജെല്ല്, ലിപ് ബാം അങ്ങനെ എല്ലാ മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ട്സും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ അലോവേറയുടെ പെർഫ്യൂമാണ്. അപ്പോൾ പെർഫ്യൂമിന് ജസ്റ്റ് ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് യൂസ് ചെയ്താൽ മതി. ഇത് അലോവേറയുടെ നമ്മുടെ പെർഫ്യൂമാണ് കേട്ടോ. 23 ml ആണ് വരുന്നത് ഈ ഒരു ബോട്ടിലിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ പെർഫ്യൂമിനാണ് ഇപ്പോൾ പ്രത്യേകമായിട്ട് ഓഫറും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഓൾറെഡി ഒരു സ്മെല്ല് പ്ലസ് ബെനിഫിറ്റും കൂടിയിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ സ്മെല്ലും കൂടി വരുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പാണ് ഞാൻ അലോവേറയുടെ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല കട്ടിയുണ്ട്, നല്ല തിക്നെസ് ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 25 ml കൂടെ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. കാരണം ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ തിക്നെസ് വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇരിക്കും തോറും കുറച്ചുകൂടി തിക്നെസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, വെള്ളം ഒഴിക്കരുത്, നോർമൽ വെള്ളം അല്ല കേട്ടോ, നമ്മൾ DM വാട്ടർ തന്നെ യൂസ് ചെയ്യുക. കാരണം ഫേസിൽക്കൊക്കെ ആകുമ്പോൾ DM വാട്ടറാണ്, നമ്മൾ സ്കിൻ കെയർ എന്താകുമ്പോഴും നമുക്ക് DM വാട്ടറാണ് നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് 2 ഡ്രോപ്പ്. അതെല്ലാം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ക്യാപ്സ്യൂളോ 2 ക്യാപ്സ്യൂളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഫേസ് വാഷും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുക്കുംബർ ഫേസ് വാഷ് വേണമെങ്കിൽ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു അലോവേറയിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഒരു 2-3 ഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ക്ലിൻ ഫിലിം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് നന്നായിട്ട് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ഡേ ഇങ്ങനെ വെക്കണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിറ്റേ ദിവസത്തേക്ക് ഒരു ദിവസം ഫുൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ക്ലിയർ ക്രിസ്റ്റലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ട മുകളിൽ ഭയങ്കര ഫോമൊക്കെ ഉണ്ട് കേട്ടോ. മുകളിൽ നല്ല പതഞ്ഞിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അതൊക്കെ പോയി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഗ്രീൻ കളർ നമുക്ക് ആ ഒരു ശരിക്കും നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ഫേസ് വാഷായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, 1 ഡേ നമ്മൾ വെക്കുമ്പോൾ നമുക്കിതാ ഇത്ര ഭയങ്കര കണ്ണാടിച്ചില്ല് പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനാണ് നമ്മളൊരു 1 ഡേ വെക്കുന്നത്. എപ്പോഴും നമ്മൾ വെക്കുന്നത് 1 ഡേ വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ കേട്ടോ. ഇനി ഞാനത് ഇങ്ങനത്തെ ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒന്നുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പമ്പുള്ള ബോട്ടിൽസ് ആകുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 50 ഗ്രാം ബേസ് പ്ലസ് നമ്മളെടുത്തത് 50 ഗ്രാം DM വാട്ടർ ആയിരുന്നു. അപ്പോൾ നമുക്ക് 100 ഗ്രാമോളം നമുക്ക് ഫേസ് വാഷ് റെഡിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാമിൻ്റെ ബോട്ടിലും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ വീട്ടിലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് പതയോ അല്ലെങ്കിൽ നല്ലതാണോ, പതയുണ്ടോ എന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഞാനിതാ കയ്യിലെടുത്തിട്ട് 2-3 ഡ്രോപ്പ് പമ്പാണ് കേട്ടോ ഞാൻ പ്രസ് ചെയ്തിട്ടുള്ളൂ. അതെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലാക്കി കുറച്ച് വെള്ളം നനച്ചിട്ട് വേണം. പിന്നെ എത്രത്തോളം പത ഇല്ലേ അത്രത്തോളം നല്ലതും കൂടാണ് കേട്ടോ. കെമിക്കൽ കുറയും തോറാണ് നമുക്ക് പത കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്നാലും നമുക്ക് പത ഉണ്ടെങ്കിലാണ്, തീരെ പത ഇല്ലെങ്കിൽ നമുക്ക് തീരെ യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് പത ഉണ്ടെങ്കിലാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൈയിൻ്റെ അടിയിലെ കളർ കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഞാൻ മൈലാഞ്ചി ഇട്ടതാണ്. അപ്പോൾ മൈലാഞ്ചി ഇട്ടതിൻ്റെ കളർ സ്പ്രെഡായിട്ട് കൈയിൻ്റെ അടിയിൽ പിടിച്ചിട്ടുള്ളതാണ് റെഡ് കളർ, ഒരു ഓറഞ്ച് കളറായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.